സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനേ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ അനേക വിടുതലുകളും സൗഖ്യങ്ങളും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലും അവരുടെ കുടുംബങ്ങളിലും സംഭവിക്കുന്നുണ്ട്. ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആ കുടുംബത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോണ്ടായ വിടുതലിനെ കുറിച്ചാണ് ഈ സഹോദരി രേഖപ്പെടുത്തുന്നത്. എൻ്റെ പേര് ജൂലി. ഞാൻ തൃശ്ശൂരുള്ള മുണ്ടൂർ എന്ന സ്ഥലത്ത് നിന്നാണ് എഴുതുന്നത്. എനിക്ക് 2 പെൺമക്കളുണ്ട്. മൂത്ത മകൾക്ക് 2 വയസ്സും ഇളയ മകൾക്ക് 9 മാസവുമുണ്ട് പ്രായം. ഇളയ മകളെ പ്രസവിച്ച അന്ന് മുതൽ മൂത്ത മകൾക്ക് ഭയങ്കര വാശിയായി. ആഹാരമൊന്നും കഴിക്കുന്നില്ല, ഉറക്കവും ശരിയാകുന്നില്ല, രാത്രിയും പകലും വാശി. ഡോക്ടറെ കാണിച്ചപ്പോൾ കുഞ്ഞിന് ഒരസുഖവുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മ ഷാലോം TV-യിൽ അഭിഷേകാഗ്നിയിലൂടെ ധാരാളം രോഗസൗഖ്യങ്ങൾ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. എൻ്റെ അപ്പച്ചനും അമ്മയും അനുജത്തിയും സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ 11 മണിക്കുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ട് കുഞ്ഞിനെ മടിയിൽ കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് അമ്മയ്ക്ക് ശക്തിയായ തലവേദന അനുഭവപ്പെട്ടു. ഈ സമയത്ത് തന്നെ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് കരച്ചിൽ നിർത്തി സുഖമായി ഉറങ്ങി. അപ്പോൾ മുതൽ ഇന്ന് വരെ അവൾക്ക് പിന്നെ ഉറക്കത്തിന് തടസ്സമോ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല. അവളുടെ പിടിവാശി അവളിൽ നിന്ന് സൗഖ്യപ്പെട്ടു. അവൾ നന്നായി ഭക്ഷണം കഴിക്കുകയും നല്ല ഉറക്കം കിട്ടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറി. ഈ കാര്യം എഴുതി സാക്ഷ്യപ്പെടുത്തണമെന്ന് നേർന്നിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് എഴുതി സാക്ഷ്യപ്പെടുത്തുന്നത്. പല കുടുംബങ്ങളിലും ടെലിവിഷൻ പ്രോഗ്രാം വാച്ച് ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. അങ്ങനെയൊക്കെ നടക്കുമായിരിക്കും, പക്ഷേ നമുക്കൊന്നും കിട്ടില്ലായിരിക്കും എന്നായിരുന്നു എൻ്റെ വിചാരം. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുകയും സൗഖ്യങ്ങൾ നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടെലിവിഷനിലൂടെ ഒരു വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ സഹോദരിയുടെ കുട്ടിക്കുണ്ടായ ഒരു ദുർപീഡ വിട്ടുപോകാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ആ ദുർപീഡകൾ വിട്ടുമാറിപ്പോയി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കൂട്ടായ്മ ഒന്നിച്ചുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ, നിങ്ങൾ എവിടെ ഇരുന്നാണോ ഈ വചനം കേൾക്കുന്നത്, അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് യേശുവിൻ്റെ അഭിഷേകമുണ്ട്. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് യേശുവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമുണ്ട്, യേശുവിൻ്റെ വചനത്തിൻ്റെ അഭിഷേകമുണ്ട്, സൗഖ്യത്തിൻ്റെ അഭിഷേകമുണ്ട്. കണ്ണുകളടച്ച് 2 കരങ്ങളും തുറന്ന് പിടിക്കുക. ജീവിക്കുന്ന കർത്താവിനെ വിളിച്ച്, ജീവിക്കുന്ന കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് എല്ലാ ദൈവമക്കളും ദാഹത്തോടുകൂടെ പ്രാർത്ഥിക്കട്ടെ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, പരിശുദ്ധാത്മാവേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി എല്ലാവരും ദാഹത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഓരോ രോഗികളുടെ മേൽ നിറയണമേ, ഓരോ ദുഃഖിതരുടെ മേൽ നിറയണമേ, ഓരോ ഭാരങ്ങളോട് ഇരിക്കുന്നവരെ മേൽ നിറയണമേ, ദൈവത്തിനെ കേൾക്കാൻ ശ്രദ്ധയില്ലാത്തവരെ മേൽ നിറയണമേ, പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങളുള്ളവരെ മേൽ നിറയണമേ, പൈശാചിക പീഡകളുള്ളവരുടെ മേൽ ഓ ദൈവത്തിൻ്റെ ആത്മാവെ നിറയണമേ. ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ നിറയണമേ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, രോഗഭാരങ്ങൾ വിട്ടുപോകട്ടെ, ദുഃഖ ദുരിതങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, അന്ധകാര കോട്ടകൾ തകരട്ടെ, വലിയ വിടുതൽ ഈ സമയത്ത് സംഭവിക്കട്ടെ. എല്ലാവരും ചേർന്ന് ഉറക്കെ പ്രാർത്ഥിക്കുന്നു. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ
വസിക്കേണമേ. കുടുംബം മുഴുവനെയും സമർപ്പിച്ച് ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, പരിശുദ്ധാത്മാവേ നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയുടെ ആമുഖത്തിൽ വായിച്ചു കേട്ട ആ കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കുട്ടി ജനിച്ചപ്പോൾ മുതൽ മൂത്ത കുട്ടിക്ക് എന്തോ ഒരു മാനസിക പീഡ, എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്, എന്തോ ഒരു ദുർപീഡ ആ കുട്ടിയെ അലട്ടാൻ തുടങ്ങി. അപ്പോൾ മുതൽ ആ കുട്ടിക്ക് ഉറക്കം കുറഞ്ഞ്, ഭക്ഷണത്തോട് താല്പര്യമില്ല, ദുർവാശി, പലതരത്തിലുള്ള വികട സ്വഭാവങ്ങൾ. അങ്ങനെ വികട സ്വഭാവത്തിൻ്റെ പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടറെ കാണിച്ചത്. എന്നാൽ ഡോക്ടർക്ക് രോഗമെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ദൈവമക്കൾക്ക് ദൈവവചന ശുശ്രൂഷയിൽ, ടെലിവിഷനിലുള്ള ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി. വചനം കേട്ടുകൊണ്ടിരിക്കുകയും ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്തപ്പോൾ ആ ഡെലിവറൻസ് പ്രാർത്ഥനയുടെ സമയത്ത് ആ കുട്ടിയിൽ നിന്നുള്ള ദുർപീഡ വിട്ടൊഴിഞ്ഞു പോയി എന്നല്ലേ ആ കുടുംബം സാക്ഷ്യപ്പെടുത്തിയത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡെലിവറൻസ് പ്രാർത്ഥനയുടെ സമയത്ത് ദൈവത്തിൻ്റെ ശക്തി ഇടിമിന്നൽ പോലെ ഇറങ്ങി വ്യാപരിക്കുകയും ദുർപീഡകളും വിപരീത സ്വാധീനങ്ങളും എതിർ ശക്തികളുടെ ഉപദ്രവങ്ങളും ദുഷ്ടാത്മ പീഡകളും ഉള്ളവരിൽ നിന്ന് ദുഷ്ടാത്മാക്കളുടെയും എതിർ ശക്തികളുടെയും വിപരീത സ്വാധീനങ്ങളുടെയും കെട്ടുകൾ അഴിഞ്ഞ് വിടുതലുണ്ടാവുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു സഹോദരൻ ഒരു ദിവസം എന്നോടൊരു വലിയ വേദന പങ്കുവെച്ച് ഞാൻ ഓർമ്മിക്കുകയാണ്. ആ സഹോദരൻ പറഞ്ഞിങ്ങനെയാണ്, ആ സഹോദരൻ എന്ന് മോട്ടോർ സൈക്കിൾ എടുത്ത് യാത്ര പുറപ്പെട്ടാലും അപ്പോൾ അവൻ നിലത്ത് വീഴും, തിരിച്ചു വരുമ്പോഴും നിലത്ത് വീഴും. എന്നും രാവിലെയും വൈകുന്നേരവും മോട്ടോർ സൈക്കിൾ യാത്ര തുടങ്ങി അപ്പം നിലത്ത് വീഴും. ചിലപ്പോൾ മുറിയും, ചിലപ്പോൾ ഒരു തവണ കാല് ഒടിഞ്ഞു പോലും പോയി. അത്രയ്ക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സഹോദരൻ. ആ സഹോദരൻ കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിനെ ആരാധിച്ച് അപ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ച്, ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന അനുഭവത്തെക്കുറിച്ച് ആ സഹോദരൻ തന്നെ പറയുന്നത് നേരിട്ട് അദ്ദേഹത്തിൻ്റെ അതിരങ്ങളിൽ നിന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ വയനാട്ടിലെ മുള്ളംകൊല്ലിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സാജു. ഞാൻ 2005 ജൂലൈ മാസമാണ് സെഗിന് വന്ന് ആദ്യമായിട്ട് ധ്യാനം കൂട്ടിയത്. എൻ്റെ പ്രശ്നം, ഞാൻ വരുമ്പോൾ എൻ്റെ കാലിൽ വെച്ച് കെട്ടിയാണ് ഞാനിവിടെ വന്നത്. ഞാൻ സ്ഥിരം ബൈക്കേന്ന് വീഴുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്ഥിരം ബൈക്കിൽ വീഴുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീഴും, തിരിച്ച് കയറി വരുമ്പോഴും വീഴും, എല്ലാ ദിവസവും വീഴും. മോട്ടോർ സൈക്കിളിൽ നിന്ന് വീഴും. അപ്പോൾ മോട്ടോർ സൈക്കിൾ എടുത്ത് യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പോൾ നിലത്ത് വീഴും, യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോഴും നിലത്ത് വീഴും. അങ്ങനത്തെ ഒരു അനുഭവം എത്ര നാളായിട്ടുള്ളതായിരുന്നു? അത് 2-3 മാസമായിട്ടുള്ളതായിരുന്നു. അത് കുറച്ച് മാസങ്ങളായി തന്നെ അങ്ങനത്തെ പീഡ അനുഭവിക്കാൻ തുടങ്ങി. ഞാനിവിടെ വന്ന് ധ്യാനം കൂടിയപ്പോൾ വിടുതൽ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് അച്ഛൻ വിളിച്ച് പറഞ്ഞു ബൈക്കിൽ നിന്ന് വീഴുന്ന ഒരാളിനെ സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് പിന്നെ ബൈക്കിൽ നിന്ന് വീണിട്ടില്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ തുടക്കത്തിലും തിരിച്ചു വരുമ്പോഴും ദിവസം വീഴുമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീഴും, തിരിച്ച് കയറി വരുമ്പോഴും മറിഞ്ഞു വീഴും. അങ്ങനെ വീണ് കാലൊടിഞ്ഞാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ബൈക്കിൽ നിന്ന് വീണ് ഒടിഞ്ഞ കാലുമായിട്ടാണ് ഈ സഹോദരൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നത്. വീഴ്ചയെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വീഴ്ച എന്ന് വിചാരിക്കരുത്, കാല് ഒടിയാൻ തക്കവണ്ണമുള്ള വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒടിഞ്ഞ കാലുമായിട്ടാണ് ഇവിടെ ധ്യാനത്തിന് വന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ധ്യാനത്തിൽ വെച്ച് അങ്ങനത്തെയുള്ള ദുർപീഡയെ ഈ സഹോദരൻ ജീവിതത്തിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് അതിനുശേഷം പിന്നെ ഇന്ന് വരെ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. അത് വിട്ടുപോയി. ഹല്ലേലൂയ. എന്താണ് ഒരു വ്യക്തിക്ക് വേണ്ടി ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം? ഡെലിവറൻസ് പ്രാർത്ഥനയുടെ സമയത്ത് ആ വ്യക്തി ഉപദ്രവിക്കുന്ന ദുർപീഡകൾ കൂട്ടത്തോടെ വിട്ടുപോയി ആ ദൈവവൈതൽ അനുഗ്രഹം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, എന്നും മോട്ടോർ സൈക്കിൾ എടുക്കുമ്പോൾ രാവിലെയും വൈകുന്നേരം നിലത്ത് വീഴുക. സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ശക്തമായ ഡെലിവറൻസ് പ്രാർത്ഥന നടത്തി വിടുവിച്ച് പിന്നെ ഇന്ന് വരെ അദ്ദേഹം വീണിട്ടില്ല. എന്താ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതൊരു രോഗമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് തലകറക്കം കൊണ്ടുണ്ടായതാണെന്ന് വിചാരിക്കരുത്. കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിപരീത ശക്തികളെയും എതിർ ശക്തികളെയും ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ചപ്പോൾ അത് വിട്ടൊഴിഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് റോമാലേഖനത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുലിഖിതം. സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഹല്ലേലൂയ.
ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ ഇങ്ങനെയുള്ള ദുർപീഡകൾ അനുഭവിക്കുന്ന ദൈവമക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുലിഖിതം, ഒരു അശുദ്ധാത്മാവിൻ്റെ പീഡനിമിത്തം 10-18 വർഷമായി ഈ അശുദ്ധാത്മാവിൻ്റെ ഉപദ്രവ നിമിത്തം, ഈ അശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യ നിമിത്തം ശരീരത്തിൽ പോലും രോഗിയായി കൂനിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനി പിടിച്ച ഒരു സ്ത്രീയെ കണ്ട യേശു അവളിൽ നിന്നും ആ അശുദ്ധാത്മാവിനെ ബഹിഷ്കരിച്ചതും ആ കൂനിയായ സ്ത്രീ നിവർന്നു നിന്നതിനെക്കുറിച്ചും ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 16-ാമത്തെ വാക്യത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് യേശു പറയുന്ന പ്രകാരമാണ്: കഴിഞ്ഞ 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെ ഈ മകളെ ഞാൻ അഴിച്ചു വിടേണ്ടതില്ലെന്നോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഒരു താല്പര്യമാണ്, ദൈവത്തിൻ്റെ ഇംഗിതമാണ് സാത്താന്യ പീഡകളിലിരിക്കുന്നവരെ വിടുവിക്കുക. ഹല്ലേലൂയ. സാത്താന്യ പീഡകളിലിരിക്കുന്നവരെ വിടുവിക്കുന്നവനാണ് കർത്താവ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് കാര്യമായ പരിജ്ഞാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം അച്ഛൻ സുവിശേഷ ഒരു താമസിച്ചുള്ള ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ധ്യാനത്തിൻ്റെ 5 ദിവസങ്ങളായിട്ടും അനുഭവമില്ലാത്ത ഒരു വ്യക്തിയെ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞായറാഴ്ച ധ്യാനം തുടങ്ങി, തിങ്കളാഴ്ച കഴിഞ്ഞു, ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ച കഴിഞ്ഞു, വ്യാഴാഴ്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമില്ല. വ്യാഴാഴ്ച രാത്രി അഭിഷേക പ്രാർത്ഥന നടക്കുന്ന സമയം. അപ്പോഴും ഇദ്ദേഹം ഒരു കരിങ്കല്ല് പോലെ ഒരു അനുഭവം ഇല്ലാത്തവനായി ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വെഞ്ചിരിപ്പ് നടത്തി ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്യാൻ ഒരു പ്രേരണ എനിക്ക് ലഭിച്ചു. ആ പ്രേരണ പ്രകാരം ഞാൻ ആ സമൂഹം മുഴുവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി. ആ സമൂഹത്തിൽ ആരിലെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന തടസ്സമുണ്ടെങ്കിൽ, ദൈവവചനം സ്വീകരിക്കാൻ തടസ്സമുണ്ടെങ്കിൽ, ഏതെങ്കിലും വിപരീത സ്വാധീനങ്ങളോ വിപരീത ശക്തികളോ പാപശക്തികളോ രോഗശക്തികളോ അവരെ അലട്ടുന്നുണ്ടെങ്കിൽ ആ പീഡകൾ അവരിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി ഞാൻ ആ വ്യക്തിയെ, ആ സമൂഹത്തെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് തിന്മയുടെ ശക്തികളെ ബന്ധിച്ച് വെഞ്ചരിച്ച് ഡെലിവറൻസ് പ്രാർത്ഥന നടത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ വെഞ്ചരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ വ്യക്തിയുടെ മേലും അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് കടന്നുപോയി. ആ വെഞ്ചരിപ്പിന് ശേഷം അച്ഛൻ ശ്രദ്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എങ്ങനെയാണ്? ഈ വ്യക്തി നന്നായി കൈയടിക്കുന്നു, നന്നായി പാട്ട് പാടുന്നു, നന്നായി സ്തുതിക്കുന്നു, നന്നായി ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം അദ്ദേഹം ആരാധനയിൽ നന്നായി പങ്കുചേർന്നു, വലിയ അനുഭവത്തോടെ പ്രാർത്ഥിച്ചു. ആരാധനയ്ക്ക് ശേഷം അച്ഛൻ അവരെ വിളിച്ച് നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ് എന്ന് അവരോട് ചോദിച്ച്, അപ്പോൾ ആ വ്യക്തി പറഞ്ഞ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുകയാണ്. ആ വ്യക്തി പറയുകയാണ്, വളരെ സുസമ്മതനായ സമൂഹത്തിൽ നല്ല വിലയും നിലയുമുള്ള വ്യക്തി, വലിയ സമ്പന്നനായ വ്യക്തി, ആ വ്യക്തി പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ആ വ്യക്തി പറഞ്ഞു, അച്ഛൻ വെഞ്ചരിച്ച് അങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ എൻ്റെ മേൽ വെഞ്ചരിച്ചതും എൻ്റെ ഈ ചങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കരടി അങ്ങോട്ട് ചാടിപ്പോയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ പറയുകയാണ്, അതങ്ങോട്ട് ചാടിപ്പോയതും അപ്പോൾ മുതൽ എൻ്റെ ശരീരത്തിൻ്റെ ഭാരമെല്ലാം മാറി എനിക്ക് സ്തുതിക്കാനും പാടാനും പ്രാർത്ഥിക്കാനും കൈയടിക്കാനും ദൈവത്തെ ആരാധിക്കാനുമുള്ള അഭിഷേകം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ വലിയ അഭിഷേകം ലഭിച്ച്, ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് സ്തുതിക്കാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തിയോട് ഞാൻ വീണ്ടും വിശദമായി സംസാരിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, നീണ്ട 28 വർഷങ്ങളായി വ്യഭിചാരത്തിൻ്റെയും പലതരത്തിലുള്ള ലൈംഗിക അരാജകത്വത്തിൻ്റെയും പിടിയിലും മദ്യപാനത്തിൻ്റെയും ചീട്ടുകളിയുടെയും ബന്ധനത്തിലുമായിരുന്ന വ്യക്തി, ആ വ്യക്തി 28 വർഷമായി ഇങ്ങനെയുള്ള തിന്മകൾക്ക് അടിമപ്പെട്ടിരുന്നതുകൊണ്ട് പ്രാർത്ഥനയും ദൈവാരാധനയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് കൈമോശം വന്നു പോയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വെഞ്ചരിപ്പിൻ്റെ സമയത്ത് ആ തിന്മയുടെ ശക്തികൾ അദ്ദേഹത്തെ വിട്ടൊഴിഞ്ഞു പോയതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ദൈവിക അഭിഷേകം അദ്ദേഹത്തിന് വീണ്ടും ലഭിച്ച്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഹോസിയ പ്രവാചന പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ തിരുലിഖിതം ഓർമ്മ വരികയാണ്. തങ്ങളുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല, കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കൊറിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വചനപ്രകാരം പഠിപ്പിക്കുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിന് ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ദുർഭൂതങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്?
ഓരോ തരത്തിലുള്ള പാപ സ്വഭാവങ്ങൾ, ഓരോ തരത്തിലുള്ള പാപകരമായ ജീവിത രീതികൾ, ഓരോ തിന്മ പ്രവർത്തിക്കുമ്പോഴും ആ തിന്മയുടെ ആത്മാവ് ആ വ്യക്തിയുടെ മേൽ പിടികൂടുന്നു. നുണ പറയുന്ന വ്യക്തിയിൽ നുണയുടെ ദുരാത്മാവ് ഇരിക്കുന്നു. മദ്യപിക്കുന്ന വ്യക്തിയിൽ മദ്യപിശാചിരിക്കുന്നു. വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിയിൽ വ്യഭിചാര ദുർബോധം ഇരിക്കുന്നു. വൈരാഗ്യത്തോടെ നടക്കുന്ന വ്യക്തിയിൽ പ്രതികാരത്തിൻ്റെ ആത്മാവ് ഇരിക്കുന്നു. ഹല്ലേലൂയ. നിരീശ്വര ചിന്തയും ദൈവനിഷേധവും വെച്ച് പുലർത്തുന്ന വ്യക്തിയിൽ ദൈവ നിഷേധത്തിൻ്റെ ആത്മാവിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ദുരാത്മാക്കൾ നമ്മുടെ മേലിരിക്കുമ്പോൾ ദൈവിക വഴികളും ദൈവിക രീതികളും പ്രാർത്ഥനയും ദൈവാരാധനയും നമുക്ക് അഭികാമ്യമായി തോന്നുകയില്ല. അതിനോട് നമുക്ക് അരോചകമായ ഒരവസ്ഥ ആണ് അനുഭവപ്പെടുക. എന്നാൽ ഈ ദുർബോധങ്ങൾ നമ്മൾ വിട്ടുപോകുമ്പോൾ ദൈവികമായ ആഹ്ലാദം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയും. ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഓരോ വംശങ്ങൾക്ക് വേണ്ടിയും ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും എല്ലാ ദുർഭൂത ശക്തികളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒത്തിരി കാലങ്ങളായി വിവിധ പ്രവർത്തികളിലൂടെ വിവിധ തിന്മകളിലൂടെ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ വംശങ്ങളിലോ നമ്മുടെ ശരീരത്തിലോ ഏതെങ്കിലും അന്ധകാര സേനകളോ ദുഷ്ടാത്മഭൂതങ്ങളോ പൈശാചിക ശക്തികളോ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദുർഭൂത ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് കെട്ടി ആട്ടിപ്പായിക്കുന്ന ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുകയാണ്. എല്ലാ ദൈവമക്കളും ഈശോയുടെ സന്നിധിയിൽ ഇപ്പോൾ വിശ്വാസത്തോടെ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളായിരിക്കുന്ന മുറിയിൽ നിങ്ങളിപ്പോൾ എവിടെയാണോ അവിടെ മകനെ മകളെ വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക. ഈ സമയത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും കാലത്ത് നിങ്ങളുടെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള ദുർബോധ ശക്തികൾ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്ന സമയമാണിത്. എല്ലാവരും കരങ്ങളാൽ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണുകൾ അടച്ചു പിടിക്കട്ടെ. ഏത് ദുരാത്മാവിൻ്റെ ഉപദ്രവമാണുള്ളതെന്ന് ഓർക്കുക. ഏത് പാപമാണ് നിങ്ങൾ കൂടുതലായി നിങ്ങളെ ബന്ധിക്കുന്ന ഓർക്കുക. മദ്യപിക്കുന്നൊരു വ്യക്തിയാണോ? എപ്പോഴും പരദൂഷണം പറയുന്നൊരു വ്യക്തിയാണോ? എപ്പോഴും എതിർക്കുന്നൊരു വ്യക്തിയാണോ? എപ്പോഴും നിരാശ തോന്നുന്ന വ്യക്തിയാണോ? മരിക്കണം എന്ന ചിന്തയുള്ള വ്യക്തിയാണോ? എല്ലാ ദുർബോധങ്ങളെ അട്ടിപ്പായിക്കുകയാണ്. മരണചിന്ത നൽകുന്ന അരൂപികളെ ശാസിക്കുന്നു. ആത്മഹത്യ പ്രവണത നൽകുന്ന അരൂപികളെ ശാസിക്കുന്നു. നിരാശ നൽകുന്ന അരൂപികളെ ശാസിക്കുന്നു. രോഗത്തിൻ്റെ അരൂപികളെ ശാസിക്കുന്നു. എല്ലാ എതിർപ്പിൻ്റെ അരൂപികളെ ശാസിക്കുന്നു. കാലാകാലങ്ങളായി ഓരോ പ്രവൃത്തികളിലൂടെ ഈ ദൈവമക്കളിലേക്ക് കുടുംബങ്ങളിലേക്ക് വന്നുള്ള എല്ലാ അരൂപികളെ ശാസിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അത്ഭുത നാമത്തെ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് അയച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അതിശയകര നാമം ഇടിമിന്നൽ പോലെ ഓരോ കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ, ഓരോ സമൂഹത്തിലേക്ക് പ്രവഹിക്കട്ടെ, ഓരോ സ്ഥാപനങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. ഈ ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും വാഹനങ്ങളെയും സ്ഥാപനങ്ങളെയും എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും അന്ധകാര സേനകളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കുന്നു. അന്ധകാര സേനകളെ, ദുഷ്ടാത്മ പീഡകളെ, പൈശാചിക ശക്തികളെ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇവരിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറിപ്പോവുക. ദുഷ്ടാത്മസേനകൾ അന്ധകാര ശക്തികൾ യേശുവിൻ നാമത്താൽ തകരട്ടെ. ദുഷ്ടാത്മസേനകൾ അന്ധകാര ശക്തികൾ യേശുവിൻ നാമത്താൽ തകരട്ടെ. നാഥാദിനാഥനാ വിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാഥാദിനാഥനാ വിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. മധ്യാസക്തിയും ജഡികാസക്തിയും യേശുവിൻ നാമത്താൽ തകരട്ടെ. മധ്യാസക്തിയും ജഡികാസക്തിയും യേശുവിൻ നാമത്താൽ തകരട്ടെ. നാഥാദിനാഥനാ വിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാഥാദിനാഥനാ ദൈവനിഷേധവും യുക്തിചിന്തയും യേശുവിൻ നാമത്താൽ തകരട്ടെ. ദൈവനിഷേധവും യുക്തിചിന്തയും യേശുവിൻ നാമത്താൽ തകരട്ടെ. നാഥാദിനാഥനാ വിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാഥാദിനാഥനാ വിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. വൈരാഗ്യങ്ങളും വൈരാഗ്യങ്ങളും യേശുവിൻ നാമത്താൽ തകരട്ടെ. നൈരാശ്യങ്ങളും വൈരാഗ്യങ്ങളും യേശുവിൻ നാമത്താൽ തകരട്ടെ. നാഥാദിനാഥനാ വിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. ദുർബോധങ്ങളെ ശാസിക്കുന്നു. വിശിഹാനാഥ നിന്നാമം ഭൂമി
എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. മനസ്സ് തുറന്ന് യേശുവിന്റെ നാമത്തെ വിളിക്കുക. ഏത് വിശ്വാസത്തിൽപ്പെട്ടവനായാലും, ഏത് ജാതിയിൽപ്പെട്ടവനായാലും, ഏത് അവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും, മകനെ മകളെ, ഇപ്പോൾ കരങ്ങൾ ഉയർത്തി യേശു ക്രിസ്തുവിനെ ഉറക്കെ വിളിക്കുക. യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും ദുർപീഡകളിൽ നിന്ന് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. എതിർ ശക്തികളെയും സാത്താന്യ ശക്തികളെയും യേശു നാമത്തിൽ ബന്ധിച്ച് കെട്ടി ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മാറാനാത്ത. സാത്താൻ ഞെട്ടിവിറയ്ക്കുന്ന നാമമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം. യേശു ക്രിസ്തുവിൻ്റെ വചനവും യേശു ക്രിസ്തുവിൻ്റെ നാമവും യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും ഉള്ളിടത്ത് സാത്താൻ ഞെട്ടിവിറയ്ക്കുന്നു. ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, വംശങ്ങളെ ആശീർവദിക്കുന്നു, പാരമ്പര്യങ്ങളെ ആശീർവദിക്കുന്നു. പാരമ്പര്യങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ, വംശങ്ങളിലുള്ള കെട്ടുകൾ അഴിയട്ടെ, കുടുംബങ്ങളിലുള്ള കെട്ടുകൾ അഴിയട്ടെ, സാമ്പത്തിക മേഖലകളിലെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാ ദുർബാധകളും ദുർശക്തികളും ദുർഭൂതങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഛിന്ന ഭിന്നമാകട്ടെ. തലമുറകളായി കുടുംബങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ പാരമ്പര്യ സ്വാധീനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ വിടിവിച്ച് കുടുംബങ്ങളുടെ കെട്ടുകൾ അഴിച്ച് കുടുംബങ്ങളെ വിടിവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus.